നമ്മളെ മുക്കാളി ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചയാണിത്. സോയിൽ നെയിലിംഗ് ചെയ്ത കംപ്ലീറ്റ് ഭാഗവും താഴോട്ടേക്ക് മഴക്കാലത്ത് നമ്മളെ നല്ല അപ്പം പൊളിയുന്നത് പോലെ ഇങ്ങനെ പൊളിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇത് പൊളിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാന്ന് ഓൾറെഡി നമ്മൾ കൈനാട്ടി ആ ഒരു ദേശീയപാതയുടെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സോയിൽ നെയിലിംഗ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റം ചേടി മണ്ണിലാണ്. ഈ ചേടി മണ്ണൊക്കെ സോയിൽ നെയിലിംഗ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യേണ്ടത് നല്ല ഉറപ്പുള്ള മണ്ണിലാണ്. പാറേൻ്റെ മുളക്കാണ് സോയിൽ നെയിലിംഗ് ചെയ്യുന്നത്. പൊടി മണ്ണിൽ ചേടി മണ്ണിൻ്റെ മുളക്ക സിമെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് കംപ്ലീറ്റ് ഒന്നും പോരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇത് നമുക്ക് സാധാരണക്കാരായ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്തുകൊണ്ട് വാഗാടിനും അതേപോലെ വർക്കെടുക്കുന്ന എൻജിനീയേഴ്സിനും മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഓക്കെ, ഈ മണ്ണൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഒക്കെ പൊടി മണ്ണാണ്. ഇപ്പോൾ രാവിലെ 7 മണി ആ സമയത്താണ് പൊളിഞ്ഞ് വീണത്. ഇപ്പം വൈകിട്ട് ഉച്ചയ്ക്ക് 3 മണിയായി. ഇപ്പോഴും വാഹനങ്ങൾ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സോയിൽ നെയിലിംഗ് ചെയ്തതിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. 2, 3 വീട്, 4 വീട് ഇതിൻ്റെ മുകളിലുണ്ട്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അന്ന് ദേശീയപാതയുടെ വർക്ക് നടക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ പൊളിഞ്ഞ് വരുന്നത് നമ്മൾ വളരെ ഇടയില്ലാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വാഗാടിന് അതെന്തുകൊണ്ട് മനസ്സിലായില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാഗാട് മാത്രം മറുപടി പറയേണ്ടതാണ്. വാഗാടിന് മാത്രമല്ല NHIക്കും അതേപോലെ തന്നെ വാഗാടിൻ്റെ എൻജിനീയേഴ്സിന് NHI എന്ന് പറഞ്ഞ മോണിറ്ററിങ് അതോറിറ്റി ഉണ്ടല്ലോ, ദേശീയപാതയുടെ വർക്ക് എടുക്കുമ്പോൾ മോണിറ്ററിങ് ചെയ്യേണ്ട മോണിറ്ററിങ് അതോറിറ്റി അവർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് രാവിലെ 8 മണി മുതൽ തുടങ്ങിയ ട്രാഫിക് ബ്ലോക്കാണ്. ഇത് ഇനിയും ഇടിഞ്ഞു പോയി താഴോട്ടേക്ക് പോരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ ഇത്രയും ഇടിഞ്ഞിട്ടുണ്ട്. മുകളിലുള്ള വീടുകളൊക്കെ ഇടിയുന്നതിൻ്റെ ഭീഷണിയിൽ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.